നമ്മളിപ്പോ നിൽക്കുന്നത് ബാലിൻഡോയ് ഹാർബറിലാണ്. പ്രകൃതിയുടെ ഒരു അതുല്യ പ്രതിഭാസമാണ് ഈ ഹാർബർ. നോർത്തേൺ അയർലൻഡിലെ ബാലിൻഡോയിലാണ് ഈ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഹാർബറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടലിലേക്ക് ഇറങ്ങി കാണുന്ന കറുത്ത നിറത്തിലുള്ള പാറകളും അതുപോലെ വെള്ള നിറത്തിലുള്ള പാറകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ കറുത്ത നിറത്തിലുള്ള പാറകൾ ശരിക്കും ലാവയാണ്. 60 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ രൂപപ്പെട്ടതാണ് കറുത്ത പാറകൾ. അതായത് വോൾക്കാനിക് ഇറപ്ഷന്റെ ഭാഗമായിട്ടുണ്ടായ ലാവ ഈ കടലിലെ തിരയടിച്ചും അതുപോലെ മഞ്ഞൊക്കെ വീണൊക്കെയാണ് ഈ കാണുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പാറകളായിട്ട് രൂപപ്പെട്ടത്. ഏകദേശം 1850 ഈ ഒരു ഹാർബർ പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ കാലത്ത് ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള പല ഖനികളിൽ നിന്നുള്ള ചോക്കും അതുപോലെ ചുണ്ണാമ്പ് കല്ലുകളും ഇതേപോലെയുള്ള ഈ ലാവകളും ഇതൊക്കെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. അതേപോലെ തന്നെ റോഡ് പണിക്ക് വേണ്ടിയിട്ട് കൽക്കരി വെച്ചിട്ട് ഈ ലാവ കത്തിച്ചിട്ട് റോഡ് പണിക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ ധാരാളം പായ്ക്കപ്പലുകൾ, ചെറു ബോട്ടുകൾ ഒക്കെ ധാരാളമായിട്ട് ഈ ഒരു ഹാർബറിൽ നിന്നും കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം 1950 ഇത് വീണ്ടും പുതുക്കിപ്പടുന്നു. ഇപ്പോൾ കറന്റ്ലി ഇവിടെ അധികം ബോട്ടുകളൊന്നും കടലിലേക്ക് പോകുന്നില്ല. കുറച്ച് ബോട്ടുകൾ മാത്രമാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ കൂടിയാണ് ഇത്. ഇപ്പോൾ ഇത് സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇവിടെ നിന്നും ചെറു ബോട്ടുകളിൽ നമുക്ക് കടലിലേക്ക് നമുക്ക് ചെറിയ സീനറി ട്രിപ്പുകളും ഇവിടുന്ന് പോകുന്നുണ്ട്. വെള്ളം അടിച്ച് പറഞ്ഞിട്ട് അതിന്റെ പത കണ്ടോ പറക്കുന്നത് ഉണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. ഇതുണ്ടോ? ഇവിടെ എല്ലാം കണ്ടോ പതഞ്ഞു കിടപ്പുണ്ട് വെള്ളം. നല്ല ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ശരിക്കും കടല് അടുത്ത് കാണാൻ പറ്റും. നമ്മള് നോർത്തേൺ അയർലൻഡിൽ കണ്ടുള്ള കടലല്ല കേട്ടോ. ഇവിടെ നല്ല ഫുള്ള് നല്ല തിരയുള്ള ഒരു കടലാണ്. അതേപോലെ തന്നെ ഇന്ന് ഫുള്ള് നല്ല തിര നല്ല ശരിക്കും കൂടുതലാണ് കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ ശരിക്കും അങ്ങോട്ടൊക്കെ നമുക്ക് ഇറങ്ങി പോകാം, പക്ഷെ തിര കൂടുതലാണ്, നമുക്ക് പോകാനില്ല. വെള്ളം അതെ നമ്മൾ നിൽക്കുന്നവരെ ഭയങ്കര അടിച്ചു കയറുന്നുണ്ട്. ഇതുണ്ടോ ഫുള്ള് നല്ല തിരയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ കടലിന്റെ അകത്ത് ഇങ്ങനെ ഈ പാറക്കെട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ തിരയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ മേളിക്കൂടെയൊക്കെ അടിച്ച് വരുന്ന കാണാൻ നല്ലൊരു രസമാണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതുണ്ട് പല കാഴ്ചകളാണ്. അവിടെയും ആ ഭാഗത്തൊക്കെ വെള്ളം ശരിക്കും അടിച്ച് പോകുന്നുണ്ട്. ഇവിടെ ഇത് ശരിക്കും അടിച്ച് ഇവിടെ ഇപ്പം അടിച്ച് തെറിക്കും. ഇത് എന്തോ നല്ല തിരയാണ്.